ഈശോയിലെ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഓഗസ്റ്റ് 15 ഭാരതീയരായ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരത്തിൻ്റെ സുദിനമാണ്. ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ശാന്തിയിലും സമാധാനത്തിലും സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയിട്ട് 79 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ രാജ്യം സഹിഷ്ണുതയിലും സമാധാനത്തിലും ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മുന്നോട്ട് പോവുകയാണ്. 1.48 ദശലക്ഷം ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളിലെ പലതിൻ്റെയും ഉത്ഭവസ്ഥാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട നാട്. തോമാസ് ലീഹ AD 52 കൊടുങ്ങല്ലൂർ വന്നു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നത്. ക്രിസ്തുമതം ആരംഭിച്ച് അധികം കഴിയുന്നതിന് മുൻപ് ക്രിസ്തുവിൻ്റെ തന്നെ പ്രിയപ്പെട്ട ശിഷ്യൻ തോമാസ് ലീഹ നമുക്ക് ക്രിസ്തു വിശ്വാസത്തിൻ്റെ ദീപശിഖ കൈമാറി. നമ്മൾ ജനസംഖ്യയിലെ ഒരു ന്യൂനപക്ഷമാണ്. പക്ഷെ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ശുശ്രൂഷകളും ഈ നാടിൻ്റെ സാക്ഷരതയിലും സാംസ്കാരികതയിലും സാമൂഹ്യ ക്ഷേമത്തിലൊക്കെ നിർവഹിച്ചിട്ടുള്ള ശുശ്രൂഷകൾ വളരെ വലുതാണ്. നമുക്ക് അഭിമാനത്തോടുകൂടെ നമ്മുടെ ഇന്ത്യയിലെ സാന്നിധ്യത്തെക്കുറിച്ച് ഓർമ്മിക്കാം. ദൈവത്തിന് നന്ദി പറയാം. സ്വാതന്ത്ര്യം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ബൈബിളിലെ വലിയൊരു പ്രതീകമാണ് പരിശുദ്ധ മറിയം, യേശുവിൻ്റെ അമ്മ. ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ 79ാമത്തെ വർഷം കൊണ്ടാടുമ്പോൾ ഇന്ത്യക്കാരെ, കത്തോലിക്കരെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുകയാണ്. സ്വാതന്ത്ര്യം ഉത്തരവാദിത്വമാണ്. സ്വാതന്ത്ര്യം പടുത്ത് ഉയർത്തപ്പെടുന്ന ദൈവരാജ്യത്തോടും നാടിനോടുമുള്ള നമ്മുടെ വലിയ കടപ്പാടാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ നാട്ടിലെ നമ്മുടെ ജനസംഖ്യ തീർത്തും ഒരു ന്യൂനപക്ഷമാണ്. പക്ഷേ നമ്മുടെ സാന്നിധ്യം മഗ്ദലന മറിയം കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ പൊട്ടിച്ചൊഴിച്ച സുഗന്ധതൈലം പോലെ പരിമളപൂരിതമാണ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം നൽകാൻ ആയുധങ്ങളില്ലാതെ, അക്രമങ്ങളില്ലാതെ പടപൊരുതിയ മഹാത്മാഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സരോജിനി നായിഡു, റാണി ലക്ഷ്മിബായി, അവരൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തി നോക്കി, പട്ടാളം വെച്ച് അടിച്ചമർത്താൻ നോക്കി. പക്ഷെ അവർ പറഞ്ഞു, ഇല്ല, സ്വാതന്ത്ര്യം ഞങ്ങളുടെ ജന്മാവകാശമാണ്, അത് ഞങ്ങൾ വാങ്ങിച്ചെടുക്കും. ഇന്നും നമ്മുടെ രാജ്യം ഹിമാലയം തൊട്ട് ഇന്ത്യൻ സമുദ്രത്തിൻ്റെ, ബംഗാൾ സമുദ്രത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങുന്ന വലിയൊരു രാജ്യമാണ്. ഈ രാജ്യത്തെ ജനതകളുടെ വൈവിധ്യം അനിതര സാധാരണമായ വിധത്തിലെ വ്യത്യസ്തമാണ്. പക്ഷെ ഇവിടെ എല്ലാവരും സഹോദരങ്ങളെപ്പോലെയൊക്കെ ജീവിക്കുന്നു. മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദപരമായിട്ടുള്ള ചില നിലപാടുകൾ അടുത്ത കാലത്തായിട്ട് കാണുന്നുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും പൊതുവെ ഇന്ത്യ മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു നാടാണ്. നമ്മുടെ നാടിനെ പടുത്തുയർത്തുന്നതിലെ ഒരു ന്യൂനപക്ഷമായ നമുക്ക് ധാരാളം സംഭാവനകൾ ചെയ്യാൻ കഴിഞ്ഞു. മദർ തെരേസ നോബൽ സമ്മാനം ഏറ്റുവാങ്ങിയ ശേഷം പത്രക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് എനിക്ക് വ്യക്തിപരമായി കിട്ടിയ ഒരു സമ്മാനമല്ല, ഇന്ത്യക്ക് ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ്. ഞാൻ ചെയ്ത ശുശ്രൂഷകളെല്ലാം തന്നെ ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മദർ തെരേസ ഈ നാട്ടിൽ ജനിച്ചവളല്ല, പക്ഷേ ഈ നാടിനെ സ്വന്തമായി കരുതി ജീവിച്ചവളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മണ്ണിൻ്റെ മണവും അതിൻ്റെ സംസ്കാരത്തിൻ്റെ സുഗന്ധമൊക്കെ മദറിൻ്റെ ജീവിതത്തിലുണ്ട്. നമുക്ക് മാതൃകയാണത്. പരിശുദ്ധ കന്യകാമറിയം സ്വർഗപ്രാപ്തിയായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് മധ്യസ്ഥയാണെന്ന് ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത് 1950 നവംബർ മാസം 1-ാം തീയതി
12-ാം പീയൂസ് മാർപ്പാപ്പയാണ് മുനിഫിസെന്റിയോസ് ദേവുസ് എന്നുള്ള അപ്പസ്തോലിക ലേഖനത്തിലൂടെ മറിയത്തിൻ്റെ സ്വർഗാരോപണം നമ്മളുടെ മുമ്പിലെ നമ്മൾ നടന്നു നീങ്ങാനുള്ള തീർത്ഥാടനത്തിൻ്റെ വഴികളുടെ ചവിട്ടുപടികളാണ്. മറിയത്തിൻ്റെ സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുൻപിൽ കീഴടങ്ങിയതാണ്. ഈശോയുടെ ജനനത്തിന് മറിയത്തിൻ്റെ സഹായം ഗബ്രിയേൽ മാലാഖ ആവശ്യപ്പെട്ടപ്പോൾ മറിയം കീഴടങ്ങി. കുരിശിൻ്റെ താഴെ അവൾ നിന്നിട്ട് ഈശോയുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ചു. ഈശോയുടെ അവസാനത്തെ മൊഴികളിലെ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് കുരിശിൻ്റെ താഴെ നിൽക്കുന്ന അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ അമ്മേ നിൻ്റെ മകൻ. യോഹന്നാനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അത് യോഹന്നാനും അമ്മയും തമ്മിലുള്ള വ്യക്തിബന്ധത്തിൻ്റെ ഒരടയാളമല്ല. എല്ലാ ക്രൈസ്തവർക്കും അമ്മയാണ് മറിയം. നാം അമ്മയുടെ മക്കളാണ്. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ സിറോ മലബാർ സഭയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. നമ്മുടെ ആളുകൾക്ക് വിശ്വാസം സൂക്ഷിക്കുന്ന നിധി നിക്ഷേപമാണ് ജപമാല. ജപമാലയിലെ എന്തുമാത്രം വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ കുടുംബങ്ങൾ സായം സന്ധ്യകൾ ഒന്നിച്ചു കൂടുന്നത്. നമ്മൾ വിശ്വാസം പഠിപ്പിച്ചത് നമസ്കാരത്തിലൂടെയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ, ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷം, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ട് കൊണ്ടാടാൻ നമുക്ക് കഴിയട്ടെ. സ്വാതന്ത്ര്യം ഉത്തരവാദിത്വമാണ്. സ്വാതന്ത്ര്യം ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുന്നതാണ്. ഖനായിലെ കല്യാണ വിരുന്നിൽ മറിയം പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കണ്ണുനീര് എനിക്ക് മനസ്സിലായി, ഞാനൊന്നും പറയുന്നില്ല, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കുക. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഉപദേശമാണത്. ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ ചക്രവാളം എവിടെയാണ്? അവൻ പറയുന്നത് പോലെ ജീവിക്കുക. അതുകൊണ്ട് തന്നെയാണ് കുരിശിൻ്റെ താഴെ അമ്മയെ നോക്കി പറഞ്ഞത്, അമ്മേ ഇനി അമ്മയാണ് ഇവർക്ക് അമ്മ. യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ നീ അമ്മയ്ക്ക് മകനാണ്, നമുക്കും വേണ്ടിയുള്ളതാണ്. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ 79ാമത്തെ ഓർമ്മയും സ്വർഗാരോപണത്തിൻ്റെ ദീപ്തസ്മരണകളും കൊണ്ടാടുമ്പോൾ നമുക്ക് രാഷ്ട്രത്തോടും സഭയോടും ഉള്ള കടപ്പാടും കൂട്ടുത്തരവാദിത്വവും ഏറ്റുപ്രഖ്യാപിക്കാം. നാടിൻ്റെ നന്മയ്ക്ക് കരം കോർക്കാം. ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോട് നമുക്ക് കൂട്ടുചേർന്ന് ഈ നാടിനെ പടുത്തുയർത്താം. സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ തന്നെയാണ്. നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ സാക്ഷികളാകാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹത്തോടുകൂടെ നിങ്ങൾക്കെല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും സ്വർഗാരോപണത്തിൻ്റെയും മംഗളാശംസകൾ.